ഓണപരീക്ഷയ്ക്ക് പണി കിട്ടോ? വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഒരു പേടിയും വേണ്ട, ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മക്കളെ, ഓണപരീക്ഷയ്ക്ക് പണി കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സീനാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ? വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക അല്ലേ? ഇപ്പം നമ്മുടെ ബാച്ചിലൊക്കെ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ സൈലത്തിൻ്റെ ആപ്പിലൊക്കെ എന്താണെന്ന് മക്കൾക്ക് അടിപൊളിയായിട്ട് യൂണിറ്റ് ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്താലും അത്രയും നല്ലതാണ്. അല്ലാത്തവർക്ക് പിന്നെയും കുറേ ടെൻഷനാണ് അല്ലേ? എന്ത് ചെയ്യും മിസ്സേ, എങ്ങനെ ചെയ്യും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ കൺഫ്യൂഷൻസ് ആയിരിക്കും. സോ ഒരു പേടിയും വേണ്ട, നമുക്ക് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക്ഔട്ട് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് നോക്കാം മക്കളെ. നമ്മൾ മെയിൻ ആയിട്ട് മിസ് ആഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആണ്. സോ അതിൻ്റെ കുറച്ച് വർക്ക്ഔട്ട്സും കാര്യങ്ങളും നടത്തി സെറ്റാക്കി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഐഡിയ കിട്ടും. റെഡി? അപ്പോൾ ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസുകൾ സെറ്റാക്കി പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. യൂണിറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും ടോപ്പർ ആവാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് വജ്ര ബാച്ച്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കോണ്ടന്റിലോട്ട് ഇതാ മിസ് കിടക്കാൻ വേണ്ടി പോവാണ്. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒബ്സർവ് ദ കാർട്ടൂൺ നോക്കൂ. നമ്മുടെ എലഫന്റും മൊസ്കിറ്റോ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഹൗ ബിഗ് വിൽ ബി ഹിസ് സെൽസ്? എന്ത് വലിയ കോശങ്ങളാണ് ആനയ്ക്ക് എന്നാണ് മൊസ്കിറ്റോ പറയുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യോജിക്കാൻ പറ്റുവാടാ മക്കളെ? ഒരിക്കലും പറ്റില്ല. കാരണം നമുക്കറിയാം, ആ ഒരു ചാപ്റ്റർ പഠിച്ചു, കാസ്കറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ ചിപ്പ് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യും. അല്ല, അങ്ങനെയല്ല. നമ്പർ ഓഫ് സെൽസ് ആണ് മാറ്റം വരുന്നത് അല്ലേ? നമ്മൾ ചെറുതാ മുതൽ വലുതാമ്പ് വരെയുള്ള എന്ത് മാറ്റമാണ് വരുന്നത്? നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യാണ്. നമ്മുടെ എന്താ പറയുക, കോശങ്ങളുടെ എണ്ണത്തിലാണ് മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയുടെ വലുപ്പമല്ല, ആനയ്ക്ക് കുറച്ച് കോശങ്ങൾ കൂടുതലാണ്, നമ്പർ ഓഫ് സെൽസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എലഫന്റ് അത്രയും ബിഗ് ആയിട്ട് നമുക്ക് കാണുന്നതെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? സോ ആ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. മൊസ്കിറ്റോന്റെ ആൻസർ തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അവരുടെ അസംഷൻ തെറ്റാണ്. സോ മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. അപ്പോൾ ആനയുടെ ശരീരത്തിലോ ഒരുപാട് കോശങ്ങളുണ്ട് അല്ലേ? സോ ദാറ്റ്സ് വൈ ആണ് അത് എന്താണ് വലിയ ബിഗ് ആയിട്ടുള്ളതായിട്ട് കാണുന്നത്. റെഡി? നെക്സ്റ്റ് നോക്കാം. ചുവടി കൊടുത്തിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കൂ. ഏകകോശജീവി, അമീബ, ബാക്ടീരിയ, ഉറുമ്പ്, പേന്, പാരമീസിയം, യൂഗ്ലീനയാണ് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ ടേബിൾ. ഫോളോയിങ് ടേബിൾ. ഇസ് ദർ എനി ഓർഗാനിസം ദാറ്റ് കാനോട്ട് ബി ഇൻക്ലൂഡഡ് ഈസ് ദ ലിസ്റ്റ്. വിച്ച് ആർ ദി? ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ഓഫ് കോഴ്സ് ഉണ്ട് ഇല്ലേ? ഇതാ നോക്കൂ, നമ്മുടെ പേന്, ഉറുമ്പൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി പറ്റുവാടാ? പറ്റത്തില്ല. കാരണം ബാക്കിയെല്ലാം യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, ഏകകോശ ജീവികളാണ് അല്ലേ? ഇതാ നമ്മുടെ അമീബ, ബാക്ടീരിയ, പാരമീസിയം, യൂഗ്ലീനൊക്കെ എന്താണ്? ഒരു കോശം മാത്രമുള്ള ഏകകോശ ജീവിയാണ്. അല്ലാത്ത ആളാണ് ഉറുമ്പ്, പേന എന്നുള്ളത്. അതുകൊണ്ട് അവരെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി പറ്റില്ല. സോ ലൗസ് അതുപോലെ ആൻഡ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഓഡ് വൺ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. Ready? So they are organism with only one cell. They are known as unicellular organism. ഒരു കോശം മാത്രമുള്ള ജീവികളെ വിളിക്കുന്ന പേരാണ് ഏകകോശ ജീവികൾ. അമീബ, ബാക്ടീരിയ, യൂഗ്ലീന അതിന് എക്സാമ്പിൾ ആണ്. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? അപ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദ ഡയഗ്രം ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിംസ്. ഏതെങ്കിലും ഒരു ഏകകോശ ജീവിയുടെ ചിത്രം വരച്ച് പേരെഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് പഠിച്ചോ. അമീബ, പാരമീസിയം, യൂഗ്ലീന. ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ വളരെയധികം കുറവാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെടുത്ത് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. റെഡി? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടു ടൈപ്പ് ഓഫ് സെൽസ് ആർ ഗിവൺ ബിലോ ആൻഡ് വിച്ച് പാർട്ട് ഓഫ് ദ സെൽസ് ആർ കോമൺ ഇൻ ബോത്ത് ഓഫ് ദം. രണ്ട് തരം കോശങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ രണ്ടിലും പൊതുവായി കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏത്? അപ്പം നിങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്യുക. ഇതിന്റെ പാർട്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ ഫെയിനുമാണ്. അപ്പം നമുക്കിത് മനസ്സിലാകും. അതേപോലെ ഇതിൽ നോക്കുക, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതും വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സോ ഇത് ആനിമൽ സെല്ലും ഇത് പ്ലാന്റ് സെല്ലുമാണ്. കണ്ടോ, കോശഭിത്തി കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുണ്ട് ആൾക്ക് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ അല്ലേ? സോ അതുകൊണ്ട് നോക്കിക്കോട്ടെ മക്കളെ, ഇതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമോ മിസ്സിന് സംശയമാണ്. അത്രയും ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. നോക്കിക്കോ, ജന്തുകോശത്തിലും സസ്യകോശത്തിലും കോമൺ ആയിട്ടുള്ള ആളുകളാണ് ന്യൂക്ലിയസ്, മർമ്മം.
എന്ന് വെച്ചാൽ കേന്ദ്രഭാഗം, ഈ കാണുന്ന റൗണ്ട് ഭാഗം. ദെൻ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സസ്യകോശത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഹരിതകം, ഈ പച്ച ഡോട്ട് കണ്ടോടാ, അത് അവിടെ മാത്രമേ കാണുള്ളൂ. സോ അത് കുറച്ച് ഡിഫറെൻ്റാണ്. ദെൻ കോശദ്രവ്യം രണ്ടിലും ഉണ്ട്. കോശദ്രവ്യം എന്ന് പറയുന്നത് ആ ലിക്വിഡ്, രണ്ടും ബ്ലൂ കളർ ലിക്വിഡ് എല്ലാത്തിലും നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നു. സോ അതുണ്ട്. കോശഭിത്തി എവിടെയുള്ളൂടാ? കോശഭിത്തി നമ്മുടെ സസ്യകോശത്തിൽ, പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. സോ പ്ലാന്റ് സെൽ സസ്യകോശത്തിൽ പെടുന്നതാണ് കോശഭിത്തി. കുറച്ച് എക്സ്ട്രാ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കോശഭിത്തി. ആൻഡ് നെക്സ്റ്റ് ഫീനം എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മിസ് ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയാണ്? ഇതുണ്ടോ, ഫീനം കുറച്ച് വലുതാണ് നമ്മുടെ സസ്യകോശത്തിൽ അല്ലേ, ഒരു ബലൂൺ ആകൃതിയിൽ കുറച്ച് വലുതായിട്ടാണ് നിൽക്കുന്നത്. സോ അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ കോശസ്തരം, കോശസ്തരം എന്ന് പറയുന്നത് രണ്ടിലും ഉണ്ട്. സോ വ്യത്യാസം എന്ന് പറയുന്നത് കോശ ഭിത്തിയുടെ കേസിലും അതുപോലെ ഹരിതകത്തിന്റെ കേസിലും രണ്ട് സാധനങ്ങളേ ഉള്ളൂ. അത് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് ഹരിത ഭിത്തിയിൽ അമർത്തി എന്ന് പഠിച്ചോ. ഹരിത ഭിത്തിയിൽ അമർത്തി. സോ ഹരിതകം, ഭിത്തി, കോശഭിത്തി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ആ രണ്ടെണ്ണത്തിലാണ് സസ്യകോശത്തിലും ജന്തുകോശത്തിലുള്ള വ്യത്യാസം. ബാക്കിയെല്ലാം ഏകദേശം കോമൺ ആണ്, രണ്ടിലും കാണുന്നുണ്ട്. സോ ഈ ടേബിളും പഠിച്ചു വയ്ക്കുക. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നതെല്ലാം. റെഡി, സെറ്റ്. അപ്പോൾ ഈ ഒരൊറ്റ കുറച്ച് സമയം കൊണ്ട് ഒരു 5 മിനിറ്റും കൂടെ തികച്ചില്ല അല്ലേ, 5-6 മിനിറ്റ് കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത് മാത്രമല്ല, ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വരും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരും. എക്സാം വരാൻ പോവാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. സോ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.